ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് 15നുള്ള വീഡിയോ. അപ്പോൾ അന്ന് രാവിലെ പ്രൈസമ്മോൻ ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടായിരുന്നു പോകേണ്ടത്. രാവിലെ പോകണമായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ഉണ്ട്. അതായത് മുട്ട തിക്കാന്ന് വേണേൽ പറയാം, തിക്ക് ഗ്രേവി എന്ന് വേണേൽ പറയാം. നല്ല കുറുകിയ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണ്. നിങ്ങൾ നോക്കുക, ചപ്പാത്തിക്കും പോളിന് ചോറിനാണ് അത് ഇഷ്ടപ്പെട്ടത്. ചപ്പാത്തിക്കും എല്ലാം നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അതൊന്ന് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം പറയണേ. നിങ്ങൾക്ക് എങ്ങനെ തോന്നി, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെന്താ, പിന്നെ ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നിന്നിപ്പം എല്ലാവരും അപ്പനും മക്കളൂടെ വെളിയിലോട്ട് പോയേക്കുന്നു. പൊതുമോനെ ഡ്രസ്സൊക്കെ നോക്കണം. അങ്ങനെ ഇന്നലെ തൊട്ട് ഇവിടെ ഭയങ്കര മഴ. ദൈവമേ, തോരാതെ മഴയെന്ന് വെച്ചാൽ തോരാതെ മഴ. എല്ലാ വർഷവും പിള്ളേർക്ക് മഴ പ്രമാണിച്ച് 1-2 അവധിയുള്ളതാണ്. ഈ വർഷം അങ്ങനൊരു മഴ പെയ്തില്ല. അവധി വരത്തക്ക വിധത്തില്ല. കാരണം കണ്ടിന്യൂസ് പെയ്യുമ്പോഴാണ് ഇവിടെ അവധി പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇന്നലത്തെയൊക്കെ മഴ ഇന്നലെയെന്ന് പറഞ്ഞാൽ ഇവിടെ കലം പൊട്ടിക്കുന്ന ദിവസമായിരുന്നു. അന്നൊക്കെ ഇവിടെ ഇവർ ഭയങ്കര മഴയായിരുന്നു. മഴയത്താണ് നിന്ന് ഈ പ്രോഗ്രാം നടത്തിയത് അവരെല്ലാം. ആ മഴയെല്ലാം നനഞ്ഞാണ് മണ്ടേ കയറി ഇങ്ങനെ കലം പൊട്ടിക്കുന്നത്. ഇന്നും രാവിലെ ഞങ്ങൾ പ്രേയറിനൊക്കെ പോയിട്ട് ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ഒന്ന് തോന്നുന്നു ഇപ്പോട്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. എന്നും ചെയ്യുന്നത് പോലെ കുറച്ച് മാവെടുത്ത് ഞാൻ നമ്മുടെ റാഗി പൗഡർ ഇട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കൊച്ചിനിന്ന് ടിഫിനായിട്ട് കൊണ്ടുപോകേണ്ടത് വല്ല സ്നാക്സോ അങ്ങനെയുള്ള എന്തെങ്കിലും മതി. ഒന്നും അങ്ങനെ കൊണ്ടുപോകണ വാട്ടർ ബോട്ടിലും സ്നാക്സും. പക്ഷേ ഞാൻ ബിസ്ക്കറ്റും ചിപ്സൊക്കെ കൊടുത്തു വിട്ടിട്ട് അത് കഴിക്കാൻ പറ്റിയില്ല. 6 മണിയാണ് ഇവിടുന്ന് പോയി 6:30 അവിടെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. 9:30-10 മണിയായപ്പോഴത്തേക്കും ഇങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ ഇഡലിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ വിരളും കൊണ്ടൊന്ന് കുത്തി നോക്കി. ഇഡലി വെന്തോന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പം മാവ് കയ്യിലെങ്ങനെ ഒട്ടി വരുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കും. മാവ് ഒട്ടി വരുന്നില്ല എങ്കിൽ ഞാൻ ഇങ്ങെടുക്കും. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് വിരൽ പ്രസ് ചെയ്തതാണ് ആ ഒരെണ്ണം അങ്ങനെ കുഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഈ മാവിൻ്റെ അകത്തും 1 ടേബിൾ സ്പൂൺ റാഗി പൗഡർ, നമ്മുടെ പഞ്ഞിപ്പുല്ല് പൊടി ഇട്ടിട്ടാണ് അരച്ചത്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂണൊക്കെ അവരുടെ വയറ്റിൽ ചെല്ലും. അല്ലാതാണ് ഞാൻ സെപ്പറേറ്റ് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് അല്ലാതെ ഇഡലിക്ക് വേണ്ടി എടുത്ത് വച്ചേക്കുന്നത്. ചായയൊക്കെ ഇപ്പം തിളച്ച് വരുന്നുണ്ട്. അതൊന്ന് ഇച്ചിരി ഒന്ന് തീ കുറച്ച് അവിടെ ഇച്ചിരി നേരം കൂടെ ഒന്ന് കിടക്കട്ടെ. അപ്പം അവന് കുടിക്കാനുള്ളത് കൊണ്ട് കൊടുത്തു. എന്നിട്ട് അവൻ അവിടെ ഇരുന്ന് ഒരുങ്ങുക. അവൻ ഇടയ്ക്ക് പറയും എനിക്ക് നല്ല പേടിയുണ്ടെന്ന്. ഞങ്ങൾ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, നീ നന്നായിട്ട് ലാസ്റ്റ് ടൈം ചെയ്തില്ലേ, അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇട്ട് ആൾ ഷൂ ഇടാൻ നോക്കുക. അപ്പം ഷൂ വേണമെങ്കിൽ ഷൂ ഇടാം, സാൻഡിൽ വേണേൽ സാൻഡിലിടാം, അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ സ്കൂളിൽ തന്നെ ബ്ലാക്ക് ഷൂ ആണ് ഇടുന്നത്. അപ്പം ഡാഡി അവിടെ ഇങ്ങനെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഞാൻ പോയി ഡാഡിക്ക് ചായ ഒഴിച്ച് വെച്ചതേ ഉള്ളൂ. ഡാഡിക്ക് ഇനി കൊണ്ട് ചായ കൊടുക്കട്ടെ. കഴിഞ്ഞോ? റുമാലെടുത്തോ. അങ്ങനെ അവർ പോയി. അതിന് ശേഷം ഞാൻ വന്നെൻ്റെ വീഡിയോയുടെയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാനെടുത്തു. ഇവർക്ക് ഇങ്ങനെ ഇത്തിരി തിക്കായിട്ട് സാമ്പാർ പറ്റത്തില്ല. അവർക്ക് ഇച്ചിരി ചാറായിട്ട് വേണം. എനിക്ക് പക്ഷേ തിക്കായിട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അപ്പം രാവിലത്തെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഇനി ഉച്ചക്കത്തെ പരിപാടിയാണ്. ഇവിടെ ഇത്രയും ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് വലുതും ചെറുതും ആയതുകൊണ്ട് ഇത്രയും. ഒരു 4 പച്ചമുളക്, ഇത്രയും മല്ലിയില. ഇത് നമുക്ക്
മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഇത്രയും സവാള എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രേവിക്കനുസരിച്ച് സവാളയൊക്കെ എടുക്കാമേ. ഇവിടെ ഇപ്പോൾ ഇത്രയും പേർക്ക് ഇച്ചിരി നല്ല തിക്കായിട്ട് എടുക്കുമ്പോൾ ഇച്ചിരി സവാളയൊക്കെ വേണം, ഇച്ചിരി ഗ്രേവി വേണമെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തേ. 1-2 പേരുള്ളിടത്താണെങ്കിൽ ഇത്രയും, പിന്നെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എടുത്തു. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാനപ്പോൾ മല്ലിയിലയും പച്ചമുളകും, ഈ പച്ചമുളക് അധികം എരിവുള്ള പച്ചമുളകല്ല കേട്ടോ, അതുകൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോയുടെ ഇങ്ങനെ കീറിയൊന്ന് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കട്ടെ. ഇതിപ്പം വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം, കാരണം ടൊമാറ്റോയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പം കറിക്കൊരു തിക്ക് കിട്ടാനായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ഇച്ചിരി കടലമാവാണ്. ഒരു 1.5 ടീസ്പൂൺ കടല. ഇത്രയും ഉള്ളിയൊക്കെ ഉള്ളത് കൊണ്ടാണ് 1.5 ടീസ്പൂൺ എടുത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിയൊക്കെ എത്രയുമാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് കടലമാവിൽ വ്യത്യാസം വരുത്തണേ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇപ്പം കടലമാവിന് പകരം നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ അങ്ങനെയൊക്കെ ചേർക്കാമേ. അണ്ടിപ്പരിപ്പൊക്കെ ആകുമ്പം ഇച്ചിരി തിക്കായിട്ടിരിക്കുമല്ലേ. പാൻ വെച്ച് ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഇതിലേക്ക് ഇച്ചിരി കടുക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ജീരകം. ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 10-12 അല്ലി വെളുത്തുള്ളി. ആ വെളുത്തുള്ളി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്, അതുകൊണ്ട് ഇത്തിരി പടപടാ സൗണ്ട് കേൾക്കുന്നത്. ഇതിലേക്ക് നമ്മളരിഞ്ഞ സവാള, ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ഇച്ചിരി ഉപ്പുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ ഉള്ളിയൊക്കെ നന്നായി വഴന്നു. ഇതിലേക്ക് നമ്മൾ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്തായിരുന്നു. എന്നിട്ടിപ്പോൾ ഇതിൻ്റെ അകത്തെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് ആ പേസ്റ്റിൻ്റെ അകത്തേക്ക് വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിന് ഒത്തിരി അങ്ങ് ഓവർ പൊടികളൊന്നും വേണ്ട കേട്ടോ, എല്ലാം ഇച്ചിരിച്ച മതി. കാരണം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കണമെങ്കിൽ അതനുസരിച്ച് മതിയല്ലേ. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആദ്യം ചെന്നിച്ച് 2.5 ഇടാന്ന്, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം നന്നായി പോയി നല്ലൊരു മണം മസാലയുടെയൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആ മിക്സി കഴുകി ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിന് ഒത്തിരി വെള്ളം ആക്കണ്ടേ. അപ്പോൾ എന്നിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, ഞാൻ ഉപ്പൊന്ന് നോക്കിയുണ്ടേ, ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നി, ഞാൻ ഒരു ഇച്ചിരിയും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായി അത് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് തീ കുറച്ച് വെക്കാം. അപ്പോൾ ആ എണ്ണയൊക്കെ നന്നായിട്ട് സൈഡിലെല്ലാം ഇങ്ങനെ വിട്ട് വരും. മുട്ട ഞാൻ കുക്കറിലാണ് വേവിച്ചത്. മുട്ട നേരൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചെടുത്ത്. അപ്പം ഈ മുട്ട കുക്കറിൽ പുഴുങ്ങിയാൽ 1-2 ദിവസത്തേക്കിന് ആ കുക്കർ ഇച്ചിരി കറുത്തിരിക്കും. അപ്പം ഞാൻ ചിലപ്പം നാരങ്ങ ഒരു പീസ് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് കഴുകിയെടുക്കും. എന്നാലും 2 ദിവസം എടുക്കും അതൊന്ന് കളറ് പോകാനായിട്ട്. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ഇച്ചിരി നേരം ആയി പ്രൈസനും റയിച്ചാനും വന്നിട്ട്. അപ്പം ഞാൻ ഈ മുട്ട മുറിക്കുന്നത് എങ്ങനെയാണെന്നോ, ഒരിച്ചിരി നൂല് വെച്ച് ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ നൈഫും കൊണ്ടൊന്ന് അതൊന്ന് വിടർത്തിയെടുക്കും. ഇങ്ങനെ എടുക്കുന്ന ഉടനെ ഞാൻ ഇങ്ങനെ ഒന്ന് എടുക്കാൻ നോക്കിയുടനെ മഞ്ഞക്കരു ഒരെണ്ണത്തിലാവുന്നത് പോലെ തോന്നി. അതുകൊണ്ട് ഞാനിങ്ങനെ നമ്മുടെ നൂലും കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ നൈഫ് കൊണ്ടൊന്ന് അകത്തൂടൊന്ന് പുലർത്തി കൊടുത്തു. അപ്പം
നല്ല പീസായിട്ട് വന്നു. അല്ലെങ്കിൽ എനിക്ക് മഞ്ഞക്കരു ഒരെണ്ണത്തിൽ ഇങ്ങനെ ചിലപ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മുട്ട ഇവർക്കിങ്ങനെ പീസാക്കി ഇടുന്നതിനോട് അത്ര താല്പര്യമില്ല കൊച്ചുങ്ങൾക്ക്. അതുകൊണ്ട് അവർക്ക് ഞാൻ 2 എണ്ണേ ഞാനിങ്ങനെ പീസാക്കിയുള്ളൂ ഇതിൻ്റെ അകത്ത് കാണിക്കാൻ വേണ്ടി. ഇങ്ങനെ പീസാക്കി ഇടുമ്പോഴാണ് അതിൽ ഒന്നുകൂടെ മസാലയ്ക്ക് അത് പിടിക്കുന്നത്. അല്ലാതെ ഞാൻ മുഴുവനെ ഇട്ടത്, ഇവന്മാർക്ക് മുഴുവനെ ഇട്ട് കൊടുത്തു. ഇങ്ങനെ പീസാക്കിയിട്ട് ഞാൻ പറയേണ്ട പീസാക്കിയിട്ടും നിങ്ങൾക്ക് 2 പീസ് അങ്ങ് തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ വേണ്ട, അല്ലാതെ വേണം. അപ്പോൾ മുട്ടയുടെ തന്നെ അകത്തെ ഇതിൽ ഒരെണ്ണം നല്ല മഞ്ഞ കളർ, ഒരെണ്ണം വെളുത്തിരിക്കുന്നു. വലിയ ഗുണമൊന്നുമില്ല ഈ വെള്ളമുട്ട. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വെച്ചോണ്ട് ഞാൻ പിന്നെ ചിന്തിച്ച് അങ്ങനെ മുഴുവനെയും കിടക്കട്ടെന്ന്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ അത് എത്രമാത്രം നല്ല തിക്കായിട്ടിരിക്കുമെന്ന്. ഇതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ചേർക്കാനേ. ഇതധികം പുളിയുള്ള തൈരല്ലായിരുന്നു, അതൊരു 3 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാവേ. അപ്പോൾ ഈ തൈരോട് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു സ്വാദ് കിട്ടും. എന്നിട്ട് ഞാനത് തൈര് ചേർക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഏറ്റവും കുറച്ചിരിക്കണം, അല്ലെങ്കിൽ അതൊന്ന് വല്ലാതെ പിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അപ്പം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കസൂരി മേത്തി എടുത്തിട്ടുണ്ട്, ഉണങ്ങിയ ഉലുവായില. ഇത് ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് അത് ഇച്ചിരി തണുത്തിരിക്കുന്നത് പോലെ തോന്നി. അതുകൊണ്ട് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കൈ കൊണ്ട് ഞെവിടി ഇടുമ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. ഈ ഉലുവായിലയൊക്കെ ചേർക്കുമ്പോഴാണ് ആ കറിക്ക് നല്ലൊരു മണം കിട്ടുന്നത്. ഞാനിതിലേക്ക് എൻ്റെ കയ്യിൽ പാൽപ്പാട ഉള്ളത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പാട ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കാമേ. പാൽപ്പാട ഇച്ചിരി കൂടെ ചേർത്താലും കുഴപ്പമില്ല, ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർത്തുള്ളൂ. എന്നിട്ട് 1 പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാൽപ്പാടയൊക്കെ ചേർക്കുമ്പോഴും തൈരൊക്കെ ചേർക്കുമ്പോഴും പഞ്ചസാരയൊക്കെ ചേർന്ന് നല്ല നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു കറിയുടെ ഒരു മണവും ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കടലമാവാണ് ചേർത്തത്. അതിന് പകരം നിങ്ങൾ അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതൊരു 10 എണ്ണം കുതിർത്ത് ചേർക്കുകയാണെങ്കിൽ കുറേയും കൂടെ സൂപ്പറായിരിക്കും. ഇതിലേക്ക് ഇനി നമുക്ക് ഇത്രയും മതി, ഇത്രയും തിക്കായിട്ടാണ് ഞാൻ എടുത്തത്. തണുക്കുമ്പോൾ കുറേയും കൂടെ നല്ല തിക്കായിട്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുട്ടയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ മുട്ടക്കറി, സ്പെഷ്യൽ മുട്ടക്കറി, ഇവിടെ മുട്ടക്കറി എന്ന് പറയാൻ ഒക്കത്തില്ല, മുട്ട ഗ്രേവി, ഇവിടെ മുട്ട മസാല എന്ന് പറയാം, ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടാനുണ്ടാക്കിയപ്പോഴേ ഇവിടെ മണവും നമുക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവത്തില്ല. ഹോളിലിരുന്ന് പോൾമോൻ വന്ന് ചോദിച്ച്, ആഹാ ഇന്ന് എന്തോ ഉണ്ടാക്കുന്നത്, നല്ല നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഒരു മണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അന്നേരം ഈ കസൂരി മേത്തിയുടെയൊക്കെയാണ് ഇതിൻ്റെ ഈ മണമായിട്ട് വന്നത്. അപ്പം ഞാൻ മുട്ടയുടെ മഞ്ഞക്കരു പോകാതാണ് ഞാൻ ഈ ചെയ്യുന്നത്. അത് തിരിച്ചോ മറിച്ചോ ഇട്ടാൽ മഞ്ഞക്കരു പോകുമെന്നും പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ മസാല അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ആക്കി ഇടുന്നത്. മഞ്ഞക്കരു പോയാൽ പിന്നെ ഇവന്മാരെന്നെ ചാടിക്കും. ഇവന്മാർക്ക് കൊച്ചിലെ ആണെങ്കിൽ ഈ പിള്ളേർ 2 മഞ്ഞക്കരു തിന്നത്തില്ലായിരുന്നു, വെള്ള മാത്രമേ തിന്നത്തുള്ളായിരുന്നു, മഞ്ഞക്കരു തിന്നത്തില്ലായിരുന്നു. ഇപ്പോഴും കുഴപ്പമില്ല, മഞ്ഞക്കരുവും തിന്നും. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തൈരിൻ്റെ കാര്യം. പുളിയുള്ള തൈരാണെങ്കിൽ കറിക്ക് പുളിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അതുകൊണ്ട് തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം തൈര് ചേർക്കാനേ. 1-2 ടേബിൾ സ്പൂണേ ചേർക്കാവൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.